ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയുടെ നെക്സ്റ്റ് മൊഡ്യൂളാണ്. എട്ടാമത്തെ മൊഡ്യൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് പഠിച്ചു, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ലാംഗ്വേജ്? വാട്ട് യു മീൻ ബൈ ലാംഗ്വേജ്? ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ലോകവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലാംഗ്വേജ്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ? ഒരു ലാംഗ്വേജ്, നമ്മുടെ മാതൃഭാഷ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ഉപാധി കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കുട്ടികളിൽ ഈ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പല രീതിയിലാണ് വളരുന്നത്. ഏതൊക്കെ രീതിയിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മനസ്സിലാകുന്നത്? ലാംഗ്വേജ് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? ചിഹ്നങ്ങൾ. അവർ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ചിഹ്നങ്ങൾ, മലയാളത്തിൻ്റെ ചിഹ്നങ്ങൾ അല്ലേ, ഹിന്ദിയുടേത്, ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ ഓരോ ലാംഗ്വേജിൻ്റെയും ചിഹ്നങ്ങളും വാക്കുകളും ഒക്കെ ചേർത്തിട്ടാണ് നിങ്ങളൊരു ലാംഗ്വേജ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏത് രീതിയിലാണ് കുട്ടികൾ വേൾഡുമായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായിട്ട് ഇടപഴകുന്നതെന്നൊക്കെ. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടന. ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധിയാണ് എന്തെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ബൈ വിച്ച് വി ലേൺ ടു യൂസ് കോംപ്ലെക്സ് റൂൾസ് ടു ഫോം ആൻഡ് മാനിപ്പുലേറ്റ് സിമ്പിൾസ് ടു ജനറേറ്റ് എൻലെസ് നമ്പർ ഓഫ് മീനിങ് സെൻറ്റൻസ്. നമുക്കൊരു ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാകണം, എന്നാൽ മാത്രമേ അല്ലേ നമ്മുടെ ഇടയിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അതാണ് ലാംഗ്വേജിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയുന്നത്. അടുത്തത്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏതൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓൺലി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ് ഓൺ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലേ. ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ചിന്തയിലാണേലും യുക്തിയിലാണേലും അതേപോലെ മെമ്മറിയിലാണ് വ്യത്യാസങ്ങൾ. ഈ ഒരു വ്യത്യാസങ്ങളെ അല്ലെങ്കിൽ ഒരു വികാസങ്ങളെയാണ് നമ്മൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ ആശ്രയിച്ചാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് അല്ലേ. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ ദ ലാംഗ്വേജ് ഡെവലപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. Okay. Language have been identified as arbitrary system of vocal and return symbols അല്ലേ. നമ്മുടെ ലാംഗ്വേജ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഏത് രീതിയിലായിട്ടാണ് നിർവചിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഡിഫൈൻഡ് ആസ് ആർബിട്രറി സിസ്റ്റം ഓഫ് വോക്കൽ അല്ലേ. വോക്കലായിട്ടും അല്ലെങ്കിൽ ഒരു റിട്ടേൺ സിമ്പിൾ, ലിഖിത ചിഹ്നങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓൾ ചിൽഡ്രൻ അക്വയർ ദ സ്പീച്ച് ഓഫ് ദെയർ മദർ ടങ്. എല്ലാ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും എന്തറിഞ്ഞിരിക്കണം? മാതൃഭാഷ പറയാൻ പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്കൊരു ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതാണ്, ലാംഗ്വേജ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ ടൂൾസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് ആൻഡ് തോട്ട് ടു അതേഴ്സ് അല്ലേ. ഇപ്പോൾ ആശയങ്ങളും ചിന്തകളും ഒക്കെ ആയിട്ട് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ളൊരു ഉപാധിയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് എടുക്കുന്നത്. അതേപോലെ തന്നെ നോം ചോംസ്കി എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് നോം ചോംസ്കി എന്ന് പറയുന്ന ആൾ. നോം ചോംസ്കീസ് വ്യൂസ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് LAD ഓപ്പറേറ്റ്സ് ഇൻ എവറി ചൈൽഡ്. എല്ലാ കുട്ടികളിലും ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നമ്മുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ കുട്ടി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് കുട്ടി ഓരോ കാര്യങ്ങൾ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് അല്ല. കുട്ടികൾ ലോകത്തോടെ എങ്ങനെയാണ്? ആദ്യം കരയും അല്ലേ, അതിനുശേഷം ഓരോ ആംഗ്യങ്ങളും അതും ഇതുമൊക്കെ കാണിച്ചതിന് ശേഷമായിരിക്കും അമ്മ അച്ഛ അല്ലേ സ്വന്തമായിട്ടാണ് കുട്ടി പഠിച്ചത്. പിന്നീടാണ് അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് കുട്ടിക്ക് നമ്മൾ അക്ഷരങ്ങളാണേലും വാക്കുകളാണേലും പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് കുട്ടി ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നോം ചോംസ്കി പറയുന്നത് കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് മെമ്മറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടെന്ന്. അതിനെയാണ് നമ്മൾ LAD എന്ന് പറയുന്നത്. ഓക്കെ. അതിനുശേഷം പറയുന്നത് എന്താണ് സ്പീച്ച്? വാട്ട് യു മീൻ ബൈ സ്പീച്ച്? അല്ലേ, നമ്മൾ സംസാരിക്കുക എന്നൊക്കെ പറയും. കൂടുതലായിട്ട്
ചില കുട്ടികൾ 7th മന്ത് ഒരു 6th മന്തൊക്കെ കഴിയുമ്പോൾ തൊട്ട് ജനിച്ചൊരു 7 മാസം കഴിയുമ്പോൾ തൊട്ട് കുട്ടികൾ സംസാരിക്കാനായിട്ട് തുടങ്ങും. ഓരോരോ ആംഗ്യങ്ങളും ശബ്ദങ്ങളും ഉണ്ട്. ചില കുട്ടികളൊരു ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സംസാരിച്ചത്. അപ്പോൾ ഡിലേഡ് സ്പീച്ച് സംസാരിക്കാനായിട്ട് ലാഗ് സംഭവിക്കുന്നതൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്താണ് സ്പീച്ച് എന്ന് നോക്കാം. ആസ് എ സ്പീച്ച് എസെൻഷ്യൽ നാച്ചുറൽ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ മീൻസ് പ്രൈമറി എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഇൻ സ്പീച്ച്. അല്ലേ, നമ്മുടെ ഐഡിയാസ് നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു ഉപാധിയാണ് എന്തെന്ന് പറഞ്ഞാൽ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതാണ് ബേബീസ് ഹാവ് 4 പ്രീ സ്പീച്ച് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കുട്ടികൾക്ക് 4 രീതിയിലുള്ള പ്രീ സ്പീച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കമ്മ്യൂണിക്കേറ്റ്, നമ്മളെ വേൾഡുമായിട്ട് ഏതൊക്കെ രീതിയിലാണ് കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ക്രൈയിങ്. അല്ലേ, കുട്ടികൾ ആദ്യം തന്നെ കരഞ്ഞുകൊണ്ടാണ് എന്ത് കാര്യം ചോദിക്കുന്നത് കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, കരഞ്ഞ് കാണിക്കും കുട്ടി. ഇപ്പോൾ വേദന വന്നാലും എന്ത് വന്നാലും കുട്ടി കരയും. അല്ലേ, അപ്പോൾ Crying is a mean by which the infant communicate in the world. നമ്മുടെ വേൾഡുമായിട്ട് കുട്ടികൾ ആദ്യം ജനിക്കുന്ന കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടാണ്. ഇപ്പം ആ കുട്ടിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ പാല് വേണം എന്നോ കുട്ടിക്ക് കരഞ്ഞുകൊണ്ട് മാത്രമേ ഇതാകൂ. നമ്മൾ കരയുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് പാലോ എന്തോ ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് കുട്ടി ഒരു വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ബാബ്ലിംഗ് എന്ന് പറയുന്നത്. എന്താണ് ബാബ്ലിംഗ്? ഈ ബാബ്ലിംഗ് എന്ന് പറയുന്നൊരു പ്ലേ ഓഫ് സ്പീച്ച് എന്നാണ് നമ്മൾ ഈ ബാബ്ലിങ്ങിനെ പറയുന്നത്. അതായത് നമ്മളിങ്ങനെ തുപ്പൽ വന്നിട്ട് കുട്ടികളിങ്ങനെ സംസാരിക്കാനായിട്ടുള്ളൊരു തുടക്കം ഉണ്ടല്ലോ, അവരിങ്ങനെ ശ്രമിക്കുക. അല്ലേ, ബാബ്ലിംഗ് എന്ന് പറയുന്നത്. ബാബ്ലിംഗ് ഈസ് റെഫേർഡ് ടു ആസ് എ play speech. It is important for language development and is a verbal practice and foundation. അവർക്ക് ഒരു വെർബലായിട്ടുള്ള ഒരു പ്രാക്ടീസ് കിട്ടും. നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു അടിത്തറയാണ് ഈ ബാബ്ലിംഗ് ഒക്കെ അവർ കാണിച്ചു തുടങ്ങുന്നതിലേ. അവർ ഒരു ബാലിശമായ സംസാരം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങാനുള്ളൊരു ശ്രമമാണ് കുട്ടികൾ ഈ ബാബ്ലിങ്ങിലൂടെ കാണിക്കുന്നത്. അടുത്തതാണ് ഗസ്റ്റേഴ്സ് എന്താണ്? ആംഗ്യങ്ങൾ കാണിക്കുക. അല്ലേ, കുട്ടികൾ അതിനുശേഷം ഈ ബാബ്ലിംഗ് കഴിഞ്ഞ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടികൾ ഓരോരോ ആംഗ്യങ്ങൾ കാണിച്ച് ഇത് എന്ന് കളിപ്പാട്ടം എന്നൊക്കെ കാണിക്കും. കുട്ടികൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കും. അല്ലേ, അതിനെയാണ് നമ്മൾ ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇമോഷണൽ എക്സ്പ്രഷൻസ്. പിന്നെ കുട്ടിക്ക് മനസ്സിലായി തുടങ്ങും ഇമോഷൻ എന്താണ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ, കള്ളത്തരങ്ങൾ ഓരോരോന്നും കുട്ടികൾ ആ ഒരു ഏജ് ഓരോരോ കാലഘട്ടം കഴിയുന്നതും കുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു സാധനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പക്കറിയും. അത് കൈ കിട്ടിക്കഴിയുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പോൾ പല എക്സ്പ്രഷൻസ് ഉണ്ടാകും. അത് എസ്പെഷ്യലി ഇമോഷണൽ എക്സ്പ്രഷൻസ് ആയിരിക്കും കുട്ടികൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തതാണ് ദ പ്രോബ്ലംസ് ഇൻ സ്പീച്ച് ഡെവലപ്മെൻറ്റ്. പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ കോംപ്രഹെൻഷൻ ഡിഫിക്കൽറ്റീസ് ആൻഡ് സെക്കൻഡ് വൺ ഡിലൈഡ് സ്പീച്ച് ആൻഡ് തേർഡ് വൺ ഡിഫക്റ്റീവ് സ്പീച്ച്. അല്ലേ, കോംപ്രഹെൻഷൻ ഡിഫിക്കൽറ്റീസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട്. ചില കുട്ടികളെ നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാക്കും, കുട്ടികൾ ശ്രദ്ധിക്കത്തില്ല. ഫുൾ ടൈം അവർ വേറെ ആക്ടിവിറ്റിയിലോട്ടൊക്കെ കടന്ന് അവർ ശ്രദ്ധയില്ലാതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ കോംപ്രഹെൻഷൻ ഡിഫിക്കൽറ്റി. അല്ലേ, മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് കുട്ടിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ ചില കുട്ടികളുടെ അശ്രദ്ധയും കൊണ്ടാകാം, അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാകാം അത് മനസ്സിലാകാത്തത് എന്നും ഇവിടെ പറയാം. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് കോംപ്രഹെൻഷൻ ഡിഫിക്കൽറ്റീസിൻ്റെ അകത്ത് പറയുന്നത്. അല്ലേ, മറ്റുള്ളവർ പറയുന്നത് കൂടുതലായിട്ടും കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മൾ കോംപ്രഹെൻഷൻ ഡിഫിക്കൽറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതാണ് ഡിലൈഡ് സ്പീച്ച്. എന്താണ്? താമസം. അല്ലേ, താമസം നേരിടുക, കാലതാമസം നേരിടുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ 1 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞാലും സംസാരിക്കില്ല. ആംഗ്യങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ, ശബ്ദങ്ങളൊന്നും വരില്ല, അമ്മ അച്ഛ എന്നൊന്നും വിളിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ നമുക്ക് ഡിലൈഡ് സ്പീച്ച് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സംസാരശേഷി വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് പഠന കാര്യത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. അവരെന്ത് ചെയ്യും? ആ പഠന കാര്യത്തിൽ അവർ ഭയങ്കര ലോ ആയിട്ട്, ചിലപ്പോൾ ലോ ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിക്കാൻ ഡിലേ ആകുന്നത്. അടുത്തതാണ് ഡിഫക്റ്റീവ് സ്പീച്ച്. നെക്സ്റ്റ് ആണ് ഡിഫക്റ്റീവ് സ്പീച്ച്. എന്താ ഡിഫക്റ്റീവ് സ്പീച്ച്? നമ്മുടെ അവയവങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികൾ സംസാരിക്കത്തില്ല. ഇൻറ്റേർണലായിട്ട് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചില കുട്ടികൾ വോക്കൽ കോഡിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികളെ നമുക്ക് എന്തെന്ന് പറയാം? ഡിഫക്റ്റീവ് സ്പീച്ച്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളെയാണ് നമ്മൾ ഡിഫക്റ്റീവ്. ഇവർക്കും ചിലപ്പം വൈകല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ടായിരിക്കും കുട്ടികൾ വൈകുന്നത്. അതേപോലെ തന്നെ
ഈ കുട്ടികൾക്കാണ് കൂടുതലായിട്ടും കെയർ നമ്മൾ കൊടുക്കണം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ കെയർ കൊടുക്കുകയും അതേപോലെ തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെയൊക്കെ കാണിക്കുകയും വേണം. ഇത്രയാണ് പ്രോബ്ലംസ് ഇൻ സ്പീച്ച് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോം ചോംസ്കിയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് അദ്ദേഹം പറയുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അദ്ദേഹം ആരാന്ന് ഓൾറെഡി ദ വേൾഡ് ഫേമസ് ലിംഗ്വിസ്റ്റിക് ആൻഡ് ഫിലോസഫർ. അദ്ദേഹം ഒരു ഫിലോസഫറും സൈക്കോളജിസ്റ്റും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഈ ലാഡ് എന്ന് പറയുന്ന ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നൊരു ഇത് എല്ലാവർക്കും സ്കിൽ ഉണ്ട് എന്ന് പറയുന്നൊരു വ്യക്തിയും കൂടിയായിരുന്നു ആര്? നോം ചോംസ്കി. ഓക്കെ, he believes that all human beings are equipped LAD. എല്ലാ വ്യക്തികൾക്കും, എല്ലാ ഹ്യൂമൻ ബീയിങ്സിലും ഈ ലാഡ് എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ഡിവൈസ്, നമ്മുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടെന്നാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചൊരു തിയറി. അതേപോലെ തന്നെ ചോംസ്കീസ് വ്യൂ ഈസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ വിത്ത് ഓൾ തിങ് നെസസറി ഫോർ ദ ലാംഗ്വേജ് അക്വിസിഷൻ. എല്ലാ കുട്ടികൾക്കും ലാംഗ്വേജ് അക്വിസിഷനായി പറഞ്ഞ ഈ ഒരു ഡിവൈസ് ഉണ്ട് അല്ല. കുട്ടികൾ ആദ്യം തന്നെ എല്ലാം പഠിച്ചിട്ടാണ് ലാംഗ്വേജും, മലയാളം മാതൃഭാഷയാണേലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ജനിച്ചുടനെ കുട്ടിക്ക് അറിയാവോ? ഇല്ല. കുട്ടി ഓരോരോ ശബ്ദങ്ങൾ വെച്ച് പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ്? അത് ഉള്ളിൽ ഒരു സാധനത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ. അവരുടെ കഴിവുകൾ വെച്ച് നമ്മുടെ ഡിവൈസ് ഉണ്ട്. നമ്മളെ സമൂഹത്തിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പം ഒരു കുട്ടി വളർന്നു കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ പേരൻറ്റിലൂടെയാണ് ആ കുട്ടി ലാംഗ്വേജ് പഠിക്കുന്നത് അല്ലേ. ആദ്യം കുട്ടി കാണുന്നത് അമ്മയാണ്. അമ്മ ഓരോ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കി അത് ക്യാപ്ചർ ചെയ്തിട്ടാണ് ആ കുട്ടി അത് മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ച് പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടെന്നാണ് നോം ചോംസ്കിയുടെ കാഴ്ചപ്പാടിൽ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും വായിച്ച് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.